പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജാനുവരി മാസം 26 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം തരുന്ന സ്വാതന്ത്ര്യം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങളിലേക്ക്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. 32-ാമത്തെ വാക്യം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. യേശു കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുകയാണ്, വാസ്തവമായി നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, വചനത്തിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവവൈതലിന്റെ പ്രത്യേകത, അവൻ സത്യം അറിയും, അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും. ദൈവം തരുന്ന സ്വാതന്ത്ര്യം എന്തെന്ന് ആ വ്യക്തി തിരിച്ചറിയാൻ ഇടയായിത്തീരും. 8-ാം അധ്യായത്തിൽ തന്നെ 36-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. 36-ാമത്തെ വാക്യത്തിൽ ആഴമായി ദൈവം നമ്മോട് പറയാണ്, പുത്രൻ യേശു നമുക്ക് സ്വാതന്ത്ര്യം തന്നാൽ സാക്ഷാൽ നമ്മൾ സ്വതന്ത്രരായിത്തീരും. യേശുവിൻ്റെ നാമത്തിലാണ് വിടുതലുള്ളത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിൻ്റെ വെളിപ്പാടിൽ പറയാം, വചനം ജഡമായി ഭൂമിയിൽ വെളിപ്പെട്ടതാണ് നമ്മുടെ യേശു. വചനത്തിനകത്ത് ആഴമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വചനം നമ്മോട് പറയാണ്, ഞാൻ തന്നെയാ വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. യേശുവിനെ ഒരാൾ കൂടുതൽ അറിയുമ്പോൾ തൻ്റെ ക്രൂശിലൂടെ താൻ നമുക്ക് വരുത്തിയ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത്, താൻ നമ്മെ വീണ്ടെടുത്ത വില എന്താണെന്നുള്ളത്, അടിമത്വത്തിൽ നിന്ന് പുത്രന്റെ അവകാശം തന്നു എന്നുള്ളത് ഓരോ മക്കളും തിരിച്ചറിയും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. പൗലോസ് അപ്പോസ്തലനോട് ദൈവം നമ്മോട് പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത്. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുക, വീണ്ടും അടിമത്വത്തിലേക്ക് പോകരുത്. അടിമത്വം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സെർവൻറ്റിന് ആ വീട്ടിലെ എല്ലാ റൂമിലും പെർമിഷൻ ഇല്ലാതെ കയറാൻ കഴിയത്തില്ല. പക്ഷേ ആ വീട്ടിലെ മക്കൾക്ക് എവിടെ വേണമെങ്കിലും കയറാം, ഏത് കാര്യവും എടുക്കാൻ കഴിയും, മാതാപിതാക്കളുടെ ഏത് നന്മയും അവർക്ക് സ്വീകരിക്കാൻ കഴിയും. കാരണം അത് ആ മക്കളുടെ അവകാശമാണ്. എന്നെ കേൾക്കുന്നവർ ഒന്നുകൂടെ തിരിച്ചറിയണമെങ്കിൽ, 430 വർഷമായി ഇസ്രായേൽ മക്കൾ അടിമത്വം ായിരുന്നു. ദൈവം മോശയോട് അവരെക്കുറിച്ച് പറയുന്നത്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ഈ 430 വർഷം 4 ജനറേഷനായിട്ട് യാതൊരു സന്തോഷവുമില്ലായിരുന്നു. അടിമത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സന്തോഷിക്കാൻ ഒരു വകയും കാണത്തില്ല. ഒന്നിനു പിറകെ ഒന്നായി എന്നും പ്രതികൂലങ്ങളും പ്രശ്നവുമായിരിക്കും. പക്ഷേ വാസ്തവമായി യേശു തരുന്ന സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങൾക്കത് തിരിച്ചറിയണമെങ്കിൽ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ ഇതാ ചെങ്കടൽ കയറുകയാണ്. ചെങ്കടൽ കയറി കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, വാക്യത്തിലേക്കൊന്ന് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവിൻ,
അവൻ മഹോന്നതൻ, കുതിരയും അതിൻ്റെ മേലിൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. വാസ്തവത്തിൽ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം ഒരു വലിയ ആരാധനയും നന്ദി പറച്ചിലിൻ്റെയും അധ്യായമാണ്. എന്ന് പറഞ്ഞാൽ 430 വർഷത്തെ അടിമനുഖത്തിൽ നിന്ന് ഇതാ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ പിളർന്ന് അക്കരെ കയറുകയാണ്. ചെങ്കടൽ മുറിഞ്ഞ് ഇസ്രായേൽ മക്കൾ അക്കരെ കയറുന്നതുവരെയും അവരെ ഉള്ളിൽ അടിമത്വത്തിൻ്റെ ചങ്ങലകൾ ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ ഭയങ്കരമായ ഭയമുണ്ടായിരുന്നു. അടിമത്വത്തിൻ്റെ പ്രത്യേകത, സന്തോഷിക്കാൻ ഒരു മാർഗവും കാണത്തില്ല. കാരണം എപ്പോഴും ഭയമായിരിക്കും, എപ്പോഴും ആകുലതകളായിരിക്കും, എപ്പോഴും പ്രതികൂലവും രോഗവുമായിരിക്കും. പക്ഷേ എപ്പോൾ ഇസ്രായേൽ മക്കൾ അക്കരെ കയറിയോ അതോടുകൂടെ മോശയോടുകൂടെ മിരിയാം തപ്പെടുത്ത് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുകയാണ്. ഇവരുടെ കയ്യിൽ തപ്പുണ്ടായിരുന്നു. ഇവർക്ക് മുമ്പേ പാട്ടുപാടാൻ അറിയാം, ആരാധിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവർ അടിമനുഖത്തിൽ ഇതെല്ലാം മറന്നുപോയിരുന്നു. കാരണം അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരായിരുന്നു, എന്നും പ്രശ്നമായിരുന്നു. പക്ഷേ ചെങ്കടൽ പിറന്ന് അക്കരെ കയറിയതോടെ ഇവരുടെ വിളിപ്പേര് മാറി. ഇവർ അടിമകളല്ല, ഇവർ സ്വതന്ത്രരാണ്, ഇവർ അവകാശികളാണ്. യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലും ഈ പ്രഭാതത്തിൽ അറിയണം, നീ അടിമയല്ല, നീ അവകാശിയാണ്. എങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ആ സാധാരണമായ വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ മക്കളും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അവകാശത്തിലേക്ക് കൊണ്ടുവന്നതിനായി നന്ദി. അങ്ങയുടെ അത്ഭുതകരം ഭയത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഇവരെ അങ്ങ് വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു, നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുകയാണ്. എങ്കിൽ ഈ പ്രഭാതം ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രഭാതമായി തീരട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.